തന്റെ മരണം എന്റെ കൈകൊണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നടോ. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെയും എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അനിയത്തിയെ ഒഴിവാക്കി ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയത് അതിനു വേണ്ടിയാണോ പൗലോസെ? അല്ലാതെ പൂക്കാടന്റെ മരുമകളായിട്ട് ജീവിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. മക്കളും ഭാര്യയൊക്കെ അടുത്തുണ്ടാവുമ്പോഴും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ ഇഞ്ചിഞ്ചായി മരിക്കണം താൻ. അത് കൺകുളിർക്ക് എനിക്ക് കണ്ടു നിൽക്കണം. മോളോ? ആരുടെ മോള്? താനും തന്റെ കിങ്കരന്മാരെ കൂടി കൊന്നു കളഞ്ഞില്ലേ ഒരു സത്യപ്രകാശ മേനോനെ? ആ പാവത്തിന്റെ മോളാണോ ഞാൻ? എന്റെ അച്ഛന്റെ ആത്മാവിന് വേണ്ടി സന്തോഷത്തോടെ ഞാൻ ഈ കർമ്മം നിറവേറ്റുക. അയ്യോ! എന്നതാ? പേടിപ്പിക്കാൻ വേണ്ടി വന്നേക്കോ പോത്തെ. എന്നതാ? വല്ല സ്വപ്നവും കണ്ടു പേടിച്ചോ? അപ്പോ പേടിച്ചു തുടങ്ങിയല്ലേ? ഇനിയെങ്കിലും ദൈവഭയത്തോട് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിലേ ഉറക്കം പോലും കിട്ടാതാവും നിങ്ങൾക്ക്. സാറേ, ആ മുടിയാൻ പോണ പെണ്ണുമ്പിള്ളയ്ക്ക് എന്നെപ്പറ്റി എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സാറുടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ? സംശയം തോന്നണ്ടെങ്കിൽ കണക്കായിപ്പോയി. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞതല്ലേ എല്ലാ പഴുതും അടച്ചു വേണം ഓരോന്ന് നീക്കാനെന്ന്. എന്നിട്ട് നേരെ ചെന്ന് അവരുടെ വലയെ കുടുങ്ങിയിട്ട് ഇപ്പൊ രക്ഷിക്കണമെന്നും പറഞ്ഞ് കൈയും കാലും ഇട്ടടിച്ച ഞാൻ എന്നാ ചെയ്യണമെന്നാ? ഇനി ഇതും പറഞ്ഞുകൊണ്ട് നീ എന്നെ കാണാൻ വന്നേക്കരുത്. അതെന്നാ പറച്ചില്ല സാറേ. ആ മൊബൈൽ കടയിൽ കയറിയത് ഇത്രയും വലിയ കുരിശാവെന്ന് ഞാൻ കരുതിയോ? അതിന്റെ പുറകെ മണവും പിടിച്ച് അവരിറങ്ങി തിരിച്ച ഞാൻ പെട്ടുപോകും. സാറുടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ? ഞാൻ എന്നാ ചെയ്യണോന്നാ? നേരെ അവരുടെ ഓഫീസിലേക്ക് എന്ന് ജോസൂട്ടിയെ സംശയിക്കരുത്, അവൻ സത്യസന്ധനായ ചെറുപ്പക്കാരനാണെന്ന് അവരോടൊക്കെ വിളിച്ചു പറയണോ? അങ്ങനെയൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സാറ് പൗലോസ് മുതലാളിയോട് പറഞ്ഞ എന്തെങ്കിലും? കൊള്ളാം. ചാച്ചനോട് ഞാനിത് പറയാത്ത കുറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യാൻ നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ ചാച്ചൻ എന്നെയും സംശയം തുടങ്ങിയിട്ടുണ്ട്. ഇനി നിന്റെ കാര്യം കൂടി അങ്ങോട്ട് പറഞ്ഞു ചെന്നാ അതോടെ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ കിട്ടും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാറേ? ഒരു കുഴപ്പം വരാതെ നോക്കിക്കൊള്ളാൻ സാർ ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഏർപ്പാടാക്കിയത്. എന്നിട്ട് എനിക്കൊരു അപകടം വന്നപ്പോ സാറ് കൈയൊഴിയാണോ? ഒക്കെ വച്ചു കെട്ടാൻ വേണ്ടി നിന്ന് എന്നെ നിർബന്ധിച്ച് വീണ്ടും ഇതിലേക്ക് ചാടിച്ചിട്ട് ഒടുക്കം സാറ് മാത്രം പുണ്യാളാകാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ വഴി നോക്കും. അതെന്നതാണോ നീ അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? കേസും കോടതിയൊക്കെ എനിക്ക് പുത്തിരിയല്ലെന്ന് സാറിന് നന്നായിട്ട് അറിയാലോ. ഇനി ആ പെണ്ണുമ്പിള്ള വീണ്ടും കൊടയാൻ വന്നാൽ സംഗതിയൊന്നും എന്റെ കയ്യിൽ നിൽക്കാണ്ടാവും. അതിന്റെ ദോഷം സാറിന് കൂടിയാണെന്ന് ഞാൻ പറയാതെ തന്നെ സാറിന് മനസ്സിലാക്കാമല്ലോ. അതുപോലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉപദ്രവമൊന്നും ഉണ്ടാവാണ്ട് നോക്കേണ്ട ബാധ്യത സാറിന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ജോസൂട്ടി, നീ കരുതും പോലെ എനിക്ക് ഡയറക്റ്റ് കയറി മുട്ടാനൊന്നും പറ്റില്ല. ഒന്നാമത് ചാച്ചൻ അറിയാതെ നടത്തിയ ഓപ്പറേഷൻ. ഇനി രക്ഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാല് ഏത് രീതിയിലാ കാർന്നോര് റിയാക്ട് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഗുണത്തേക്കാൾ കൂടുതൽ പാരയാവും അത്. അതും ചാച്ചൻ അറിയാതെ ഇനി ഒന്നും ചെയ്യരുതെന്ന് വാണിംഗും കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് വേണമെന്ന് സാറൊന്ന് പറഞ്ഞതാ. ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. തൽക്കാലം നീ ഇവിടുന്ന് മുങ്ങുക.
കേസിന്റെ റൂട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ പൊങ്ങിയാ മതി. ഏയ് അതൊന്നും ശരിയാവില്ല സാറേ. ഒന്നാമതായ CAക്ക് ഇപ്പൊ എന്നോട് ചെറിയ സംശയമുള്ളൂ. അതുകൊണ്ടാണല്ലോ കസ്റ്റഡി എടുക്കാതെ എന്നെ വിട്ടത്. ഇനി അതിന്റെ കൂടെ ഞാൻ മുങ്ങുകൂടെ ചെയ്താൽ പ്രതി ഞാനാണെന്ന് അവരങ്ങ് ഉറപ്പിക്കും. അതൊരുമാതിരി വടി കൊടുത്ത് അടി വാങ്ങുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് മുങ്ങാനൊന്നും ഞാനില്ല. പിന്നെ നീ എന്നാ ചെയ്യാൻ പോവാ? അത് ശരി, ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്നോട് തിരിച്ചു ചോദിച്ചാൽ കാര്യം കഴിഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം സാറേ, എന്റെ മിടുക്കുകൊണ്ട് അവരാദ്യം പൂട്ടിയെന്ന് ഒരുവിധം ഞാൻ ഊരിപ്പോന്നു. ഇനി ആ കുരുക്ക് കൂടുതൽ മുറുകാൻ നോക്കേണ്ടത് സാറിന്റെ ചുമതലയാ. അതിന് സാറിന് പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല കുരുങ്ങാൻ പോകുന്നത്. ഹാ, നീ വെറുതെ ടെൻഷൻ ആവണ്ട. തൽക്കാലം നീ ഇത് വെച്ചോ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. കാശല്ല എനിക്കിപ്പോ ആവശ്യം. സാർ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അല്ല ഓഫീസറെ, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്നതാ നിങ്ങളുടെ പ്രശ്നം? ആദ്യം സംശയത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ മോളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാണം കെടുത്തി. ഇപ്പൊ പറയുന്നു സംശയിക്കുന്നത് എന്റെ മോനെയാണെന്ന്. ഇനി നാളെ കാലത്ത് ചെയ്യിച്ചത് ഞാനാണെന്നും പറഞ്ഞു വന്ന് കേറുമായിരിക്കുമല്ലോ, അല്ലയോ? മനഃപൂർവ്വം ഇങ്ങനെ കേറി ഇറങ്ങി എന്നെ എന്റെ മക്കളെ നാണം കെടുത്താനാണ് പരിപാടിയെങ്കിൽ ദേ കൊച്ചേ, അതിവിടെ നടക്കുകയില്ല കേട്ടോ. അങ്ങനെ ഇയാളുടെ സൗകര്യത്തിന് ഊഴം കാത്ത് റാമൂളി നിൽക്കാൻ പൂക്കാടനും മക്കൾക്കും സൗകര്യമില്ലെങ്കിലോ? ക്ഷോഭിക്കാതെ പൂക്കാടൻ സാറേ, നിങ്ങളെ കരുതിക്കൂട്ടി അപമാനിക്കാനോ കരിവാരി തേക്കാനോ ഒന്നും ഡിപ്പാർട്ട്മെന്റിനോ എനിക്കോ യാതൊരു ഉദ്ദേശവും ഇല്ല. അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസാകുമ്പോ അതിന്റെ ഗതി അനുസരിച്ച് പലരെ സംശയിക്കുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യും. അത് ഞാൻ പറയാതെ തന്നെ പൂക്കാടൻ സാറിന് അറിയാവുന്ന കാര്യമല്ലേ. ഈ കേസിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ മകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് സംശയിക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ അറിയിച്ച കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ആ കുട്ടി വിട്ടേക്കുകയും ചെയ്തല്ലോ. അത് തന്നെയാണ് ഓഫീസർ സാറേ ഞാനും പറഞ്ഞു വരുന്നത്. എന്റെ കൊച്ചിനെ കസ്റ്റഡിയിലെടുത്ത് 4 ചോദ്യം ചോദിച്ച് കണ്ണുരുട്ടി കാണിച്ചിട്ട് നിങ്ങൾ പറഞ്ഞയച്ചു. പക്ഷേ നാട്ടുകാർ പടച്ചുണ്ടാക്കുന്ന കഥ വേറെയായിരിക്കും. കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കിയ കേസിൽ പൂക്കാടൻ പോലീസിന്റെ മകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത്. അതുപോലെ ആകുമോ എന്റെ മോന്റെ കാര്യത്തിലും എന്നാ എനിക്കറിയേണ്ടത്. നിങ്ങൾക്ക് തോന്നുമ്പോ വന്ന് പിടിച്ചോണ്ടു പോകാനും ഇറക്കി വിടാനും എന്റെ പിള്ളേര് ക്രിമിനൽസും KD ലിസ്റ്റിലുള്ളവരൊന്നും അല്ല. അതുകൊണ്ട് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചാകാം. അല്ലാതെ കെട്ടി എഴുന്നള്ളിച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യലും ഭേദ്യം ചെയ്യലും ഒന്നും ഇനി പറ്റില്ല. അങ്ങനെ ചെയ്തേ മതിയാവുന്നുണ്ടെങ്കിൽ ഞാനും എന്റെ വഴി ശക്തമായിട്ട് നോക്കും. ഈ തോളിലിരിക്കുന്ന നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ചുമന്നുകൊണ്ട് നടക്കുന്ന പല ഏമാമാരെ എനിക്കറിയാം. അക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ നിയമവും മുറയും നോക്കാതെ പലതും ചെയ്തു തരുന്നവരുമുണ്ട്. ഇതുവരെ ഞാൻ അതിനൊന്നും മെനക്കെട്ടിറങ്ങാഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തെറ്റുകാരല്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അധികം ഷോ കാണിച്ച എനിക്കറിയാവുന്ന ചില കളികളൊക്കെ ഞാനും അങ്ങ് കളിക്കും. നിങ്ങളെന്താ ഹേ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്നാ പൂക്കാടൻ സാറിന് അറിയാവുന്ന കളികളൊക്കെ ഒന്ന് കളിക്കണം മിസ്റ്റർ. ആരെന്ത് കളി കളിച്ചെന്ന് പറഞ്ഞാലും ഈ കേസിന്റെ അന്വേഷണ ചുമതല എനിക്കായിരിക്കുന്ന കാലത്തോളം അന്വേഷണം സത്യസന്ധമായിരിക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സാറിന് ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞ ആ സ്വാധീനം ഉപയോഗിച്ച് എന്നെ ഈ കേസിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയേക്ക്. എന്താ അത് പറ്റൂ നിങ്ങൾക്ക്? പൂക്കാടൻ പൗലോസും മൂത്ത മകനും തമ്മിലുള്ള ഇഷ്യൂന്റെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോ സണ്ണിച്ചന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ശത്രു ഈ വീട്ടിൽ തന്നെയുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് നിങ്ങളെയും നിങ്ങളുടെ മകനെയും കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ സാറിനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ കേസിൽ എനിക്കോ എന്റെ മക്കൾക്കോ യാതൊരു പങ്കുമില്ല. സോറി, അത് വിശ്വസിക്കാതിരിക്കാൻ മതിയായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, മകളെ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് വിട്ടയച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല
സാറിന്റെ മകന്റെ കാര്യം. അവൻ സാറിനെ ചിലപ്പോ നിരാശപ്പെടുത്തിയെന്നിരിക്കും. ഒന്നുകിൽ നിങ്ങളുടെ സമ്മതത്തോടെ അവൻ നടത്തിയ ഒരു അറ്റാക്ക്, അതല്ലെങ്കിൽ സ്വന്തം അപ്പനെ പോലും അറിയിക്കാതെ മോൻ കാണിച്ച ഒരു മിടുക്ക്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ മിസ്റ്റർ പൂക്കാടൻ, ഈ കേസിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലൊരു ഇൻവോൾവ്മെന്റ് ബെന്നിക്കുണ്ടെങ്കിൽ നിങ്ങൾ അപ്പനും മോളും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. കാരണം അറിയാൻ പോകുന്ന വാർത്തകൾ അത്ര നല്ലതല്ല. ബെന്നി വരുമ്പോ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറയണം. ഇനിയിപ്പോ പൂക്കാടൻ സാർ പറഞ്ഞതുപോലെ പോലീസ് വണ്ടിയിൽ കെട്ടി എഴുന്നള്ളിച്ചെന്നുള്ള പരാതി വേണ്ട. പക്ഷേ അവൻ വരാതിരുന്ന ആവശ്യം വേണ്ട ആഡംബരങ്ങളോടെ ഞങ്ങൾ വീണ്ടും വരും. ആ വരവത്ര സുഖമുള്ള വരവായിരിക്കില്ലെന്ന് പൂക്കാടൻ സാറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സോ അധികം മിടുക്കനാകാതെ മോനോട് അങ്ങ് വന്നേക്കാൻ പറയണം. കേട്ടല്ലോ ജോൺ? അപ്പച്ചാ, എന്നതാ എന്നാ പോലീസിനെ കണ്ട് നീ അങ്ങ് വരണ്ടു പോയോ? അവര് വന്നൊന്നും നീ കാര്യമാക്കണ്ട. സണ്ണിച്ചന്റെ കാര്യത്തിൽ നമ്മളായിട്ട് എന്നതേലും ചെയ്തു കാണുമെന്ന ആ പെണ്ണുമ്പുള്ളിയുടെ സംശയം. അല്ല, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ മറ്റേ മരുമോള് അവരുടെ ചെവിയിൽ വേദമോതി പഠിപ്പിച്ചേക്കുന്നത് അത് തന്നെ ആയിരിക്കുമല്ലോ. അതിനാ അവർ എന്റെ കൊച്ചിന്റെയും അവന്റെയും പിന്നാലെ മണം പിടിച്ച് നടക്കുന്നത്. അതൊന്നും കണ്ട് നിങ്ങളാരും വരലണ്ട. നമ്മളായിട്ട് അവനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഏത് പോലീസും പട്ടാളവും വന്നാലും നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താ? അതല്ല അപ്പച്ച, ഗായത്രിയുടെ പരാതിയിൽ ചിലപ്പോ സത്യമുള്ളതായി എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതാ എന്റെ പേടി. എന്നതാ നിനക്ക് അങ്ങനെ തോന്നാൻ? എന്നതേലും ഉണ്ടെങ്കിലും ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ കാര്യം എന്താന്ന് തുറന്നു പറ സൂസമ്മോ. ബെന്നിച്ചൻ എന്നതേലും നിന്നോട് പറഞ്ഞായിരുന്നോ? നേരിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഈ ഇടയായി ഇച്ചന്റെ പോക്ക് അത്ര ശരിയല്ല അപ്പച്ച. നിങ്ങൾ ആരും അറിയാതെ എന്തൊക്കെയോ കൊള്ളരുതായകകൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? അത് ഞാനായിട്ട് എങ്ങനെയാ അപ്പച്ചനോട് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടാ. എന്ന് കരുതി പറയാതിരുന്നിട്ട് എന്ത് കാര്യം? അവൻ വല്ല അബദ്ധത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പ് നീ കാര്യം എന്താന്ന് വെച്ചാ പറ സൂസമ്മോ. എന്നാ നിനക്ക് അങ്ങനെ തോന്നാൻ? അപ്പച്ചൻ സ്വത്ത് മുഴുവൻ സൈനയുടെ പേർക്ക് എഴുതി വെച്ചത് മുതൽ ബെന്നിച്ചൻ ആകെ താളം തെറ്റി നടക്കുക. സ്വത്ത് മുഴുവൻ ഇച്ചൈന്റെ പേരിൽ അപ്പച്ചൻ എഴുതി വെക്കുമെന്നായിരുന്നു ആളുടെ പ്രതീക്ഷ. അങ്ങനെ നടക്കാഞ്ഞപ്പോ ഇച്ചൈൻ മനസ്സിൽ കണ്ട പല കാര്യങ്ങളും താളം തെറ്റിയിട്ടുണ്ടാവും. അതും സണ്ണിയുടെ നേരെ ഉണ്ടായ ആക്രമണവും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ ചോദിച്ചാ മറുപടി പറയാനൊന്നും എനിക്കറിയില്ല അപ്പച്ച. ഒരു കാര്യം ഉറപ്പാ, ബെന്നിച്ചൈന്റെ പോക്ക് നമ്മൾ ആരും പിടിച്ചാ കിട്ടാത്ത രീതിയിലാ. അപ്പച്ചൻ ഉടനെ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തി കിടക്കുന്ന ഈ മിനിന് ആളില്ലാതാവും. ഇന്ന് ആ സർക്കിൾ ഇവിടെ വന്നിട്ടുണ്ടേല് ആ കേസുമായി എന്റെ ഭർത്താവിന് ബന്ധമുണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം കാണാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ ബെന്നിച്ചായ. അങ്ങനെ ഉറപ്പിച്ച് നീ പറയണമെങ്കിൽ അതിന് പിന്നിൽ തക്കതായ എന്നതിലും കാരണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് നീ ഇപ്പൊ എന്നോട് പറയണം. അതറിഞ്ഞാലേ അവന്റെ പോക്കിന് തടയിടാൻ എനിക്കാവൂ. നീ മടിക്കാതെ പറവണ്ണേ. ഞാനല്ലേ ചോദിക്കുന്നത്, പറയാൻ. അന്ന് സൈനയുടെ മുറിയിൽ കയറിയതും അവളെ കൊല്ലാൻ ശ്രമിച്ചതുമൊക്കെ അവക്ക് വെറുതെ തോന്നിയ കാര്യങ്ങളല്ല. ഈ വീട്ടില് അതൊക്കെ നടന്നത് തന്നെയാ. പക്ഷേ നിങ്ങൾ കരുതും പോലെ അതിന്റെ പിന്നില് സണ്ണിച്ചായനോ ഗായത്രിയോ ആരും ആയിരുന്നില്ല. എന്റെ ഭർത്താവ് തന്നെയായിരുന്നു. ബെന്നിച്ചായന്റെ മനസ്സിൽ എന്താണെന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാ അപ്പച്ചൻ ഞാൻ പറഞ്ഞു തരേണ്ടേ? അതുപോലെ തന്നെയാവണം സണ്ണിച്ചന്റെ കാര്യത്തിലും സംഭവിച്ചത്. പേടി അപ്പച്ച. ബെന്നിച്ചായന്റെ ഈ പോക്ക് കാണുമ്പോ സത്യമായിട്ട് എനിക്ക് ഭയമാണ് അപ്പച്ച.
മതിയടോ. പറ്റില്ല, ഇതുകൂടി കഴിക്കണം. എന്തിനാ നിങ്ങളിവിടെ വന്നത്? എന്തിനാ വന്നതെന്ന്? എന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടോ അതോ ചത്തോന്നറിയാൻ വന്നതാണോ? അപ്പച്ചൻ എന്നതാ പതിവില്ലാത്ത ശീലമൊക്കെ? നീ പറഞ്ഞാൽ നിന്റെ കെട്ടിയോട് അനുസരിക്കുന്നുണ്ടെങ്കിൽ അവളോടൊന്ന് പുറത്തേക്ക് നിൽക്കാൻ പറയണം. എനിക്ക് നിന്നോട് മാത്രമായി സംസാരിക്കാനുണ്ട്. പറ്റില്ല. നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടെങ്കിലോ? അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അത് എന്റെ മുന്നിൽ വെച്ചായാ മതി. നിങ്ങളിവിടെ തനിച്ചാക്കിട്ട് മാറി നിൽക്കാൻ എനിക്ക് പേടിയുണ്ട്. മക്കൾക്ക് സാധിക്കാതെ പോയത് ചിലപ്പോ അപ്പച്ചനായിട്ട് നടത്തിയെടുത്താലോ? അതുകൊണ്ടേ ഞാൻ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാ. അതിന് സൗകര്യമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അപ്പച്ചനും നിന്നെ. എന്നതായാലും പൗലോസ് മുതലാളി കഷ്ടപ്പെട്ട് ഇതുവരെ വന്നതല്ലേടി. വെറും കൈയോടെ തിരിച്ചയക്കുന്നത് എങ്ങനെയാ? നീ കുറച്ചേരം അപ്പുറത്തോട്ട് നില്ലേ. അപ്പച്ചന് മോനോട് എന്നതാ പറയാനുള്ളതെന്ന് ഞാനൊന്നറിയട്ടെ. ആ നീ പേടിക്കണ്ട. പൗലോസ് മുതലാളിക്ക് എന്നെ അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞുവിടാനൊന്നും പറ്റിയല്ല. ഒടിക്കാൻ പറഞ്ഞാണേലും മൂത്ത മോനായി പോയില്ലായോ, അതുകൊണ്ട് കൊല്ലുകയിലായിരിക്കും. നീ ചെല്ല്. ഇനി പറ, എന്നതാ എൻ്റെ അപ്പച്ചൻ എന്നോട് പറയാനുള്ളത്? എന്നെ ഈ പരുവത്തിലാക്കിയതിൽ എൻ്റെ അപ്പച്ചന് യാതൊരു മനസ്സറിവും ഇല്ലെന്നാണോ? നീ എന്നാ വിചാരിച്ചാലും അത് തന്നെയാ അതിന്റെ ശരി. ഇതൊന്നും എന്റെ അറിവോടെ അല്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കും. അപ്പച്ചൻ്റെ അറിവോടെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷേ അപ്പച്ചൻ്റെ മറ്റു മക്കൾക്ക് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസം. എന്നതാ അപ്പച്ചൻ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ? ഇനി പറഞ്ഞില്ലേലും അത് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. സാരമില്ല അപ്പച്ച, അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുന്നത്. പക്ഷേ എത്രയൊക്കെ അങ്ങോട്ട് ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. വാടകക്കാരെ കൂലിക്കെടുത്ത് കൂടപ്പറപ്പിനെ കൊല്ലിക്കാൻ മാത്രം എന്നാ മഹാഭാവോ ഞാൻ ചെയ്തതെന്ന്. അവർക്കങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? അതിനൊരു പരിധിവരെ കാരണക്കാരൻ നീ തന്നെയാ. നീ എന്നും ഞങ്ങളെ തോൽപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി നീ എന്തും ചെയ്യും, ആരെയും കൂട്ടുപിടിക്കും. അതൊക്കെ അപ്പച്ചൻ്റെയും മക്കളുടെയും വെറും തോന്നലുകളാണ്. പിന്നെ പല കാര്യത്തിലും എനിക്ക് അപ്പച്ചനോടും അവരോടും യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെന്റെ മനസാക്ഷിക്ക് നിരക്കാൻ കഴിയാത്തതുകൊണ്ടാവും. അല്ലാതെ നിങ്ങളാരെയും മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റുമോ നിനക്ക്? എന്നെ തോൽപ്പിക്കാനല്ലായിരുന്നെങ്കിൽ എന്റെ ശത്രുവിന്റെ മകളെ തേടി പിടിച്ച് നീ നിന്റെ മണവാട്ടിയാക്കുമായിരുന്നോ? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുവെന്ന് അപ്പച്ചൻ എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലായിക്കൊള്ളും. പിന്നെ ശത്രുവിന്റെ കാര്യം, ആരാ യഥാർത്ഥ ശത്രുവും മിത്രവും എന്നൊക്കെ അപ്പച്ചൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും. വേണ്ട, അതൊന്നും ഇഞ്ചോടിഞ്ച് കണക്കെടുത്ത് നോക്കാനല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്റെ മോളുടെ കാര്യം നിനക്കറിയാലോ. അവളുടെ കാലക്കേട് കൊണ്ട് ഒരിക്കൽ ജയിലിൽ കയറേണ്ടി വന്നോളാ. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഇനി ഒരിക്കൽ കൂടി അവളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ എനിക്ക് ആഗ്രഹമില്ല. അവളുടെ പാപ്പിച്ചായൻ ജീവിച്ചിരിക്കുമ്പോ ഇനി അതിനായിട്ടൊരു അവസരം ഞാൻ ഒരുക്കുകയില്ല. അതല്ല, അങ്ങനൊരു സാഹചര്യം ഉണ്ടായേ അടങ്ങൂ എന്നാണെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഈ പൂക്കാടൻ പൗലോസ് ജീവനോടുണ്ടാവില്ല. ഓ, അപ്പോ അതാണ് കാര്യം. മകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പച്ചന്റെ ഈ വരവ്. അതെ, അത് തന്നെയാ എന്റെ ഉദ്ദേശം. മോള് തെറ്റ് ചെയ്തിട്ടില്ലേ, പിന്നെ എന്നാത്തിനാ അപ്പച്ചൻ പേടിക്കുന്നേ? മകളുടെ കാര്യമേ അപ്പച്ചനിപ്പം പറഞ്ഞുള്ളൂ. ബെന്നിയുടെ കാര്യത്തിലും ഈ തീരുമാനം തന്നെയാണോ അപ്പച്ചന്? സ്വന്തം മക്കള് ജയിലിൽ കയറുന്ന കണ്ടു നിൽക്കേണ്ടി വരുന്നത് അത്ര മനസ്സുഖം കിട്ടുന്ന കാര്യമല്ലല്ലോ. ആ മനോസുഖം ഈ മൂത്ത മോന്റെ കാര്യത്തിൽ മാത്രം അപ്പച്ചൻ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു അല്ലേ?
നിനക്കും നിന്റെ ഭാര്യയ്ക്കും എന്നാ തീരുമാനം വേണേലും എടുക്കാം. പക്ഷേ എന്റെ മോളെ ഒരിക്കൽ കൂടി പോലീസുകാർ കൈവലം വിട്ടുകൊണ്ട് പോകുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് ശക്തിയില്ല. ജനിപ്പിച്ചു പോയതിനു വേണ്ടി ഒരു പ്രത്യുപകാരം ചെയ്യുകയാണെന്ന് കരുതിയെങ്കിലും നിന്റെ കൂടപ്പുറപ്പുകളെ വെറുതെ വിട്ടേക്കണം. വേണമെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കാം. അപ്പച്ചാ, സണ്ണിച്ചൻ എന്തിയെ മോളെ? ഡ്രസ്സിങ്ങിന് കൊണ്ടുപോയോ? ഇല്ല, അകത്തുണ്ട്. പിന്നെ നീ എന്നാത്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇപ്പോഴേ നമുക്കാർക്കും അകത്തേക്ക് പ്രവേശനം ഇല്ല. മഹാരാജാവ് മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട്. മഹാരാജാവോ? എന്നതാ നീ പറയുന്നേ? സത്യം അമ്മച്ചി, പൂക്കാടൻ മഹാരാജാവേ മോനെ കാണാൻ എഴുന്നള്ളിയിട്ടുണ്ട്. എന്റെ മാതാവേ, നേരാണോടി? ഇല്ലെങ്കി പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കോ? മോനോടെന്തോ പറയാനുണ്ട് പോലും. അത് വേറെ ആരും കേൾക്കാൻ പാടില്ലാത്ത മഹാരഹസ്യമാണെന്ന്. രഹസ്യോ? എന്നെ രഹസ്യമാ? ആർക്കറിയാം? മോളെ കേസിന്ന് ഊരിയെടുക്കാൻ പുതിയ അടവും കൊണ്ട് വന്ന വരവായിരിക്കും. അല്ലാതെ ചാകാറായി കിടക്കുന്ന മോനെ കാണാനുള്ള കൊതി കൊണ്ട് വന്നതൊന്നും അല്ല പൂക്കാട മുതലാളിന്ന് എനിക്കറിയാം. കാണാൻ വന്നതാണോ അതോ കൊല്ലാൻ വന്നതാണോ എന്ന് പോയി നോക്കമ്മച്ചി.